ആമേൻ. ഇന്നത്തെ ചിന്താവിഷയത്തെ ബൈബിൾ പാകം യെശയ്യാവ് 60:1. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഇന്ന് തിരുവചനം, ഈ വചനത്തെ കർത്താവിൻ്റെ കരങ്ങൾ കേൾക്കുന്നവർക്കെല്ലാം ആശ്വാസകരമായി തീരുവാൻ സഹായിക്കണമേ. ജീവിതത്തിൽ ആനന്ദകരമായി തീരുവാൻ സഹായിക്കണമേ. രോഗികൾക്ക് വിടുതലായി തീരുവാൻ സഹായിക്കണമേ. ഉപജീവന മാർഗമില്ലാത്തവർക്ക് ഉപജീവന മാർഗം കൊടുത്ത് മാനിക്കണമേ. നാവിൻ്റെ പരിശുദ്ധാത്മാവ് ക്രിയച്ചന്മാരാക്കണമേ. സകലവും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ അടിയൻ്റെ യാചന സദയം കേൾക്കണം. സകലവും മാനവും മഹത്വം എല്ലാം കർത്താവിന് തന്നെ ആയിരിക്കുമാറാകട്ടെ. ആമേൻ. എഴുന്നേറ്റു പ്രകാശിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. 2 പേർ ജോലി സ്ഥലത്തിരിക്കും, ഒരാൾ തള്ളപ്പെടും, ഒരാൾ എടുക്കപ്പെടും. അതുപോലെ 2 പേർ കിടക്കയിൽ കിടക്കും, ഒരാൾ ഹല്ലേലൂയ സ്തോത്രം എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ കർത്താവിന്റെ വരവിന്റെ കാഹളധ്വനികൾ കേട്ടും കൊണ്ടിരിക്കുമ്പോൾ, ചെവികളിൽ കേൾക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഈ കൊറോണ വന്നിട്ടും ഉണരാതിരിക്കുന്നവരെ, ഹല്ലേലൂയ, കർത്താവിന്റെ വചനം പറയുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, സെഫന്യാവ് 1-ാം അധ്യായം അതിന്റെ ഹല്ലേലൂയ അതിന്റെ 17-ഉം 18-ഉം വാക്യങ്ങൾ എടുക്കുമ്പോൾ, സെഫന്യാവ് അത് നമ്മുടെ രക്തം പൊടി പോലെയാകും. പൊടി പോലെ ആയതാ. പ്രിയപ്പെട്ടവരെ, കൊറോണ വന്നപ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, അവർ അറ്റാക്കുകളാൽ മരിക്കപ്പെടും. ഇതെല്ലാം ജനങ്ങൾ മറന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, JCBകൾ ബോഡികള് ഹല്ലേലൂയ വാരി എടുത്തു JCB വഴി മറവ് ചെയ്തത് നമ്മളെല്ലാം ഹല്ലേലൂയ കണ്ടിട്ടുള്ള TVയിലും എല്ലാം. മനുഷ്യൻ ഒരു വിലയുമില്ലാതിരുന്ന ഒരു സമയം. പ്രിയപ്പെട്ടവരെ, അതൊന്നും നമ്മളെ ഓർമ്മയിൽ നിന്ന് വിട്ടു പോകല്ലേ. ഹല്ലേലൂയ. ഇതിനെക്കാട്ടിലും വലിയൊരു കഷ്ടം വന്നാൽ നമ്മൾ എങ്ങനെ പിടിച്ചു നിൽക്കും? ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, കർത്താവിന് അവന്റെ വരവിന്റെ കാഹളധ്വനികൾ കേട്ടും കൊണ്ടിരിക്കുമ്പോൾ, എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഉദിച്ചിരിക്കുന്ന കർത്താവാകുന്ന യേശുവിന്റെ തേജസ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, എഴുന്നേറ്റ് പ്രകാശിക്കേണ്ട അവരുടെ വരവങ്ങൾ ഒരുക്കപ്പെടേണ്ടത് നമ്മളായി കേട്ടുകൊണ്ട് നിൽക്കുന്ന നമ്മളാണ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ നോക്കിയേ, ഹല്ലേലൂയ സ്തോത്രം, കടല് ഇളകിക്കൊണ്ട്, ഹല്ലേലൂയ സ്തോത്രം, അവർ 2004 എത്രയോ പേര് കടൽ ഒഴുക്കിക്കൊണ്ടുപോയി. ഹല്ലേലൂയ സ്തോത്രം. അതെല്ലാം നമ്മൾ മറന്നുപോയി. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഒരു കാര്യവും ഈ നടക്കുന്ന കഷ്ടങ്ങൾ ഒന്നും മറന്നു കളയല്ലേ. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിൽ ബലപ്പെട്ട് ഞാനൊന്ന് അവന്റെ വരവെങ്കിൽ പോകപ്പെടുവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുക. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. എഴുന്നേറ്റ് പ്രകാശിക്കാൻ, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അന്ധകാരം ഭൂമിയും കൂരിട്ട് ഹല്ലേലൂയ ജാതികളെ മൂടുന്നു. ദൈവത്തിന് അന്വേഷിക്കുന്നവരുടെ മേൽ കൂരിട്ട് മൂടിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഇത് കൂരിട്ട് മൂടുമോ എന്നുള്ളത് നിങ്ങൾക്ക് സംശയം തീർത്തു തരാം. 24 മത്തായി 24-ന്റെ 29-ാമത്തെ വാക്യം എടുക്കുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, ഇങ്ങോട്ട് വരുമ്പോൾ വായിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 24-ന്റെ 29. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതെയും ഇരിക്കും. ആമേൻ. സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതെയും ഇരിക്കും. നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും.
അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹള ധ്വനിയോടുകൂടെ അയക്കും. അവർ അവന്റെ വൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. ഈ ദൂതന്നെ കൈക്കൂലി കൊടുത്ത് സ്തോത്രം പരിപാടി നടക്കുകയില്ല. കാരണം ദൈവത്തിന് ഹിതത്തിന് വിപരീതമായി പിശാച് ദൈവത്തിന്റെ മോളിൽ കയറി ചേരിടുമെന്ന് പറഞ്ഞപ്പോൾ ദൂതന വെട്ടി വീഴ്ത്തിയത്. ഈ ദൂതന്റെ ദൂതന്റെ ആസ്തി ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് സമ്പത്തിനു വേണ്ടി മാത്രം നിൽക്കുന്നവരെ, സൂര്യൻ ഇരുണ്ടുപോയാൽ, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതെ പോയാൽ, നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിരുന്ന സമ്പത്ത് ക്രയവിക്രയം ചെയ്യുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് ഇവിടെ കൊറോണ വന്നു, ജനങ്ങൾ പഠിക്കുന്നില്ല. അതിനു മുമ്പേ തന്നെ ഹല്ലേലൂയ കടൽ ഇളകി മറിഞ്ഞു, ജനത്തെ എടുത്തുകൊണ്ടുപോയി പഠിക്കുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം പഠിച്ചേ പറ്റൂ. ഹല്ലേലൂയ സ്തോത്രം. ഇതിനെക്കാട്ടും വലിയൊരു ഘട്ടം തന്നു നമ്മളെ ശിക്ഷിപ്പിക്കുവാൻ, പ്രിയപ്പെട്ടവരെ ശിക്ഷിക്കുവാൻ ഇടവരാതവനെ കർത്താവിന്റെ കാൽ കീഴിൽ താണിരിക്കുക. ഹല്ലേലൂയ. ആമേൻ. അവിടെ അയക്കുന്നത് ആരെയാ? ദൂതനെ അയക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അവന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ യോഗ്യത ഉള്ളവരെ അവൻ എടുക്കുകയുള്ളൂ. ഹല്ലേലൂയ. അല്ലാത്തവരെ അവൻ ദൂതൻ എടുക്കുകയില്ല. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് മനോവസനങ്ങൾ ആയിരിക്കുന്നവർ, നിങ്ങൾ മനോവസനങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് ഒന്ന് എഴുന്നേറ്റ് പ്രകാശിക്കാൻ തയ്യാറാണ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോഴാ അടുത്ത് 21:60 തന്നെ 21-ാമത്തെ വാക്യം എടുത്തു വായിച്ചേ. നിന്റെ ജനമൊക്കെ നീതിമാന്മാരാകും. ആമേൻ. ഇന്ന് ഈ കഷ്ടങ്ങൾ കാണുമ്പോൾ ഞാൻ ഈ കേൾക്കുന്നവര്, കർത്താവിന്റെ തിരുമുഖത്ത് നോക്കുന്നവർ പ്രകാശിതരായി തീരുന്ന ഒരു ക്രമത്തിൽ നീതിമാന്മാരായേ പറ്റൂ. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. അന്ന് എന്റെ ജനമെല്ലാം എന്താ തീരും? നീതിമാന്മാരായി തീരും. വായിച്ചേ. ഞാൻ മഹത്വപ്പെടേണ്ടതിന് എന്റെ നടുതലയുടെ മുളയും എന്റെ കൈകളുടെ പ്രവൃത്തിയും ആയിട്ട് അവർ ദേശത്തെ സദാകാലത്തേക്ക് കൈവശമാക്കും. നടുതലയുടെ മുള. AC എന്നും BC എന്നും തിരിച്ചവനാ ക്രിസ്തു. അവൻ നടുതലയുടെ മുളയാ. ഹല്ലേലൂയ. അവൻ അങ്ങോട്ട് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവന്റെ മുമ്പിൽ ഒരു കുഞ്ഞു കുട്ടിയെ പോലെ താഴ്ത്തപ്പെടുന്ന ഒരു അവസ്ഥയായി മണവാട്ടി സഭയുടെ അണ്ണനാകുന്ന ക്രിസ്തുവേ, നിനക്ക് ജയം ജയമെന്ന് നിന്റെ ദേഹം ദേഹി ആത്മാവ് ഉല്ലസിച്ചു കൊണ്ട് നിൽക്കുന്നു എങ്കിൽ നീ ഒരു സ്തോത്രം നിന്റെ ദേഹം ദേഹി ആത്മാവ് കർത്താവിൽ മരിച്ചു കഴിഞ്ഞു നിൽക്കുന്നു എങ്കിൽ അവന്റെ വരവെങ്കിൽ നീ എടുക്കപ്പെടും. ഇനി AD എന്നും BC എന്നും തിരിച്ചതാരാ? ലോക മനുഷ്യനെ. അത് കർത്താവാ. ഹല്ലേലൂയ സ്തോത്രം. ചരിത്രത്തെ സൃഷ്ടിച്ച് മറിച്ചത് കർത്താവാ. ഹല്ലേലൂയ. അതിലെ നീ വീണ്ടും BCയിൽ നിൽക്കുന്നുവെങ്കിൽ കർത്താവിനെ നീ ചടങ്ങുകൾ കൊണ്ട് മാത്രം നീ അതിന് നിൽക്കുന്നു എങ്കിൽ മനുഷ്യ, നീ കർത്താവിലേക്ക് തിരിയൂ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. നിനക്ക് വേണ്ടിയാ ഈ കർത്താവ് പീഡകളേറ്റത്, മരിച്ചത്, അടക്കപ്പെട്ടത്, ഉയർത്തെണീറ്റത്. ഈ ദൈവമായ കർത്താവിന് ജനിക്കേണ്ട ആവശ്യവുമില്ല, പീഡകൾ ഏൽക്കേണ്ട ആവശ്യവുമില്ല, അവൻ ക്രൂശിക്കപ്പെടേണ്ട ആവശ്യമില്ല, അവൻ മരിക്കേണ്ട ആവശ്യമില്ല, അവൻ ഉയർത്തെണീക്കേണ്ട ആവശ്യമില്ല. അവൻ്റെ സ്നേഹം എത്ര അഗോചരം, എത്രമാത്രം വലിയത്. അവൻ നമുക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം പീഡകൾ ഏറ്റു, പീഡകൾ സഹിച്ചു. നമുക്ക് വേണ്ടി അവൻ്റെ മാംസം നുറുക്കപ്പെട്ടു. നമുക്ക് വേണ്ടി അവൻ ഗോൽഗൊത്ത മലയിൽ യാഗമായി തീർന്നു. ഈ ദൈവത്തിന് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഹല്ലേലൂയ സ്തോത്രം. എങ്കിലും നമ്മൾ ആ സ്നേഹത്തെ ഓർത്തു ഈ കർത്താവിലേക്ക് ആയിത്തീരുക. അവൻ നടുതലയുടെ മുളയായവൻ, അവൻ നടുക്ക് മുളച്ചവരാ. അവന്റെ മുമ്പിൽ നിൽക്കുന്നവരാര്?
ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതിന് 22-ാമത്തെ വാക്യം നോക്കിയേ. അവൻ ക്രൂശും എടുത്തും കൊണ്ട് പോയപ്പോൾ അന്നത്തെ നിയമജ്ഞർക്കും എല്ലാവർക്കും അവൻ ചെറിയവനായി തോന്നി. അന്നത്തെ രാജാവിന് ചെറിയവനായി തോന്നി. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, ആമേൻ. 22-ാമത്തെ വാക്യം വായിച്ചേ. കുറഞ്ഞവനായിരവും അതായത് കുറച്ച് കർത്താവിനെ സ്വീകരിക്കുന്നവൻ അവൻ കുറച്ച് വേറെ എവിടെയൊക്കെയോ അവന്റെ പുൽമഹത്വം വിട്ടുകളഞ്ഞു അവൻ 1000 തീരും. ചെറിയവൻ എന്ന് പറയുന്നത് ആരാ? കർത്താവിൻ്റെ ആ ക്രൂശിൻ്റെ മറവിൽ ഞാൻ സാക്ഷ്യത്തിനായി വരുമ്പോൾ എനിക്ക് വേണ്ടി ആണ് മരിച്ചത്, എനിക്ക് വേണ്ടിയാണ് അവൻ എല്ലാം സഹിച്ചത്. ഇന്നത്തെ ഹല്ലേലൂയ, സ്തോത്രം. ഒരു കർത്താവ് ഏറ്റ പീഡകൾ പോലെ ഇന്നത്തെ നിന്ദകൾ, പരിഹാസങ്ങൾ ഏറ്റെടുക്കുവാൻ നീ ഒന്ന് തയ്യാറായി ചെറിയവനായി തീർന്നു കഴിഞ്ഞാൽ ചെറിയവൻ എങ്ങനെയായി തീരും? മഹാജാതി പോലെ ആയിത്തീരും. മഹാജാതി എന്നത് കർത്താവിന്റെ മണവാട്ടി സഭയുടെ അംഗങ്ങളായി തീരുന്നവരാ. മഹാജാതികൾ പോലെ ആയിത്തീരും. അത് സഭയാ. മണവാട്ടി സഭയാ. മണവാട്ടി സഭയുടെ അംഗങ്ങളാകുവാൻ വേണ്ടിയ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നതും ക്രൂശിക്കപ്പെട്ടതും മരിച്ച് അടക്കപ്പെട്ടതും ഉയർത്തെണീറ്റതും. ആയതിനാ പ്രിയപ്പെട്ടവരെ, എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. യഹോവയുടെ തേജസ്സിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ക്രിസ്തു നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഉദിച്ചു. അന്ധകാരം ഭൂമി കൂരിട്ട് ജാതികളെ മൂടും. അതെന്നും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സമ്പത്ത് എടുത്ത് ചെലവഴിക്കാൻ പറ്റാത്ത ഒരു നിമിഷങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിനെ ഭയപ്പെട്ട് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയിരുന്നില്ല. ഈ എളിയവൻ നിലവിളിച്ചു. ഇന്ന് പാപത്തിൽ കിടക്കുന്നവർ നിലവിളിച്ച് കർത്താവിലാക്കിയവൻ കർത്താവെ സഹായിക്കണമേ എന്നുള്ള ഒരു കരച്ചിൽ നിലവിളികളുണ്ടായിരിക്കുക. പ്രിയപ്പെട്ടവർ, റോമറിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം. വിശ്വസിക്കുന്നവർക്ക് തന്റെ രക്തം പ്രായശ്ചിത്തമാക്കാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുക. വിശ്വസിക്കുന്നവർക്ക് കർത്താവിന്റെ രക്തം പാപ പരിഹാരാർത്ഥം തീർന്ന് പരസ്യമായി നിർത്തിയിരിക്കുന്നത് കൊണ്ട് വേണമെങ്കിൽ ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. 25-ഉം 26-ഉം വായിച്ചേ. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തമൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പുറമേൽ മുൻകഴിഞ്ഞ പാവങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ തന്നെ അങ്ങനെ ചെയ്തു. അവനെ വിശ്വസിച്ചാൽ എത്ര പാപിയായിക്കൊള്ളട്ടെ, ഇപ്പോൾ പാപിയാണെന്ന് വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ കർത്താവ് അവരെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം ശിക്ഷിക്കാതെ വിടുക നിമിത്തം ദൈവത്തിന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ തന്നെ ദൈവം ഇങ്ങനെ ചെയ്തത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എഴുന്നേറ്റ് പ്രകാശിക്ക, നാം കേൾക്കുന്നവർക്ക് പ്രകാശം വന്നിരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ഈ തിരുവചനത്താൽ കർത്താവ് അനുഗ്രഹിക്കും. കേൾക്കുന്നവർക്കെല്ലാം ആശ്വാസകരമായി തീരുവാൻ സഹായിക്കണം. കർത്താവിനെ കൂട്ടിക്കൊണ്ട് നടക്കുന്ന ക്രമങ്ങളായി തീരുവാൻ സഹായിക്കണം. കൃപയാൽ രോഗികൾക്ക് വിടുതലുണ്ടാകാൻ സഹായിക്കണം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി വരുവാൻ സഹായിക്കണം. ഹല്ലേലൂയ, സകലവും കർത്താവിൻ്റെ കരങ്ങൾ താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ അടിയൻ്റെ യാചന സദയം കേൾക്കും. സകല മാനവും മഹത്വം കർത്താവിന് തന്നെ ആയിരിക്കുമാറാകട്ടെ.